ഇതാണ് നമ്മുടെ ടൗൺഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പണിയും ഇല്ല, പണിക്കാരും ഇല്ല, പട്ടികടനത്തിലൊരു പൂട പോലും ഇല്ല. ഇലക്ഷൻ്റെ സമയത്ത് ആരെയല്ലോ കാണിക്കാൻ വേണ്ടി എന്തെല്ലോ ചെയ്ത് കൂട്ടിയത്. ഒരു പണിക്കാരും ഇല്ലാണ്ട് അനാഥമായിട്ട് കിടക്കുന്ന അവസ്ഥയാണ്. ചളി പിടിച്ചിട്ട് കണ്ടില്ല, ആകെ ചളി പിടിച്ചിട്ട്. സുഹൃത്തുക്കളെ, 11 ഏതൊരു UDF കാരനായിരിക്കും ഇലക്ഷൻ സമയത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയെന്ന് പറയുന്നത്. അങ്ങനെ ഇലക്ഷൻ സമയത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതല്ല. ഇലക്ഷന് മുമ്പ് തന്നെ വയനാട്ടുകാർക്ക് വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് പിണറായി വിജയൻ ചെയ്ത ഏറ്റവും ഗംഭീരമായ പ്രവൃത്തിയാണ്. ഒരുപക്ഷെ ഈ വീഡിയോ എടുക്കുന്നവൻ ആ പ്രദേശത്ത് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഏകദേശം 140ഓളം കുടുംബങ്ങൾ വീടുകളിലേക്ക് കയറി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിണറായി വിജയന്റെ കാലം കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ഭരണകാലം കഴിഞ്ഞു എന്ന് ഈ വീഡിയോ എടുക്കുന്നവൻ മനസ്സിലാക്കണം. എവിടെ ഇനി വയനാട്ടിലത്തെ വീടിന് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണമെന്നൊക്കെ ഞാൻ മുൻപേ വീഡിയോ ചെയ്തിരുന്നു സുഹൃത്തുക്കളെ. ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് വയനാട്ടിലത്തെ വീട് പണി ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളൊരു വിവരമാണ് കിട്ടുന്നത്. ആ ടൗൺഷിപ്പിന്റെ വീട് പണി പ്ലാനിങ് മുഴുവൻ കുളമാക്കാൻ പോകുന്നു. ആൾറെഡി തന്നെ ഈ പറയുന്ന UDF-കാര്, ഈ പറയുന്ന കോൺഗ്രസ്സുകാര് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ നാട്ടിലത്തെ ആൾക്കാരെ മുഴുവൻ പറ്റിച്ചിട്ടുണ്ട്. അവരൊരു പ്രത്യേകിച്ച് ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. 6 കോടി രൂപയ്ക്ക് എങ്ങാണ്ടാണ് അത്രേ അവിടുത്തെ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത്. അവിടെ കിണർ പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ പണ്ടെങ്ങാണ്ടോ രാഹുൽ ഗാന്ധി ആരൊക്കെ വന്നിട്ട് ഒരു കല്ലിട്ട് പോയിട്ടുണ്ട്. ആ കല്ല് എവിടെയെന്ന് പോലും ഇപ്പോൾ അറിയില്ല. പക്ഷെ അതൊക്കെ അവിടെ കിടക്കട്ടെ, സംഗതി അവിടെ കിടക്കട്ടെ. ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ പിണറായി ഗവൺമെന്റ് അവിടെ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ഗംഭീര പ്ലാൻ നടന്നിരുന്നു. ആ പ്ലാനിന്റെ ഭാഗമായിട്ട് അവിടെ വീട് പണി നടന്നിരുന്നു. ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പലതും നിങ്ങൾക്ക് പണി തീർന്നിട്ടും തീരാതായിട്ടുള്ള ഒരുപാട് വീടുകൾ ഈ വീഡിയോയിൽ കാണാം. ഇതൊക്കെ പണി തീരാനുള്ളതാണ്. ഈ ചളി പിളിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം റോഡ് വരാനുള്ളതാണ്. ഒരു അതിഗംഭീര ടൗൺ പ്ലാനിങ് തന്നെയാണ് അത് ഉണ്ടാക്കി വെച്ചിട്ട്. ആ പ്ലാൻ ഇപ്പോഴും അവിടെയുണ്ട്, വർക്ക് ആരംഭിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ആരംഭിക്കുന്നില്ല, എന്തുകൊണ്ട് ആ പണി മുന്നോട്ട് പോകുന്നില്ല എന്ന് ഇനി ചോദ്യം ചോദിക്കേണ്ടത് ആരോടാണ്? അത് പിണറായി വിജയനോടല്ല. ആ ചോദ്യം ചോദിക്കേണ്ടത് VD സതീശൻ മേനോനോടാണ്. ഈ ചോദ്യം കൃത്യമായിട്ട് ചോദിക്കുക തന്നെ വേണം. ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ച ആ വീടുകൾ പണി തീർത്ത് കൊടുക്കാത്തത് എന്നുകൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയ വാർത്തയാണിത് കേട്ടോ. ഇത് ജംഷി ഷാഹിന എന്ന് പറയുന്ന ഒരാളാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടുള്ളത്. വർക്കൊന്നും അവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. സംഗതി അത്യാവശ്യം ഇപ്പോൾ വൈറലായിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടോക്കൂ. ഇതാണ് നമ്മുടെ ടൗൺഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പണിയും ഇല്ല, പണിക്കാരും ഇല്ല, പട്ടികടനത്തിലൊരു പൂട പോലും ഇല്ല. ഇലക്ഷന്റെ സമയത്ത് ആരെയല്ലോ കാണിക്കാൻ വേണ്ടി എന്തെല്ലോ ചെയ്ത് കൂട്ടിയത്. ഒരു പണിക്കാരും ഇല്ലാണ്ട് അനാഥമായിട്ട് കിടക്കുന്ന അവസ്ഥയാണ്. ചളി പിടിച്ചിട്ട് കണ്ടില്ല, ആകെ ചളി പിടിച്ചിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എന്റെ സുഹൃത്തുക്കളെ, UDF-ന്റെ വീട് അവർ കൊടുത്തിട്ടില്ല. ശരി, അവർ മുക്കി എന്നൊക്കെ പറയുന്നു. വെറും 6 കോടി രൂപയെ പിരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നു. LDF-കാരൊക്കെ പറയുന്നത് ആ ഒരു പണം എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇലക്ഷൻ നടത്തിയെന്ന് പറയുന്നു. ആ പണം മുക്കി, എത്രയോ 19 കോടികൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് മുഴുവൻ മുക്കി എന്ന് പറയുന്നു. ഇത്രയൊന്നും ശക്തിയില്ലാത്ത, കോൺഗ്രസിന് അത്രയും ശക്തിയില്ലാത്ത ഒരു ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗുകാരെ പണം പിരിക്കുകയും അതുകൊണ്ട് വീടുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ നമുക്ക് അറിയുന്ന വാർത്തയാണ്. കോൺഗ്രസ്സുകാർക്ക് മാത്രം ഇതൊന്നും ബാധകമല്ല. അവർക്ക് മാത്രം ഈ ഉത്തരവാദിത്വമൊന്നുമില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവർക്ക് എന്ത് തിരിമറിയും ചെയ്യാം, അവർക്ക് എന്ത് കുരുത്തക്കേടും ചെയ്യാം. ആരും ചോദിക്കാൻ വരില്ല എന്നാണ്. എന്നാൽ ഇപ്പൊ ഇങ്ങനത്തെ വാർത്ത കഴിഞ്ഞ സമയത്താണ് ഇതാ എന്റെ മുമ്പിലേക്ക് വേറെ ന്യൂസ് കൂടി വന്നത്. അത് ഭയങ്കര രസകരമായ ന്യൂസാണ്. ഏഷ്യാനെറ്റൊക്കെ ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം കേട്ടോ. ഒരു വാർത്ത നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇങ്ങനെയാണ്. എവിടെ ഒന്നുകൂടെ ഒരു വേഗം വാർത്ത വരും. ഇതാ, ചൂരൽമല ദുരന്തബാധിതർക്കുള്ള കോൺഗ്രസിന്റെ വീട് നിർമ്മാണത്തിനായി തറക്കല്ലിടൽ ചടങ്ങ് നടന്നിട്ട് 108 ദിവസം. കുന്നമറ്റയിലെ ഭൂമിയിൽ ഒരു വീടിന്റെ പോലും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. എന്ന് നിർമ്മാണം തുടങ്ങുമെന്ന് പറയാനാകാതെ കോൺഗ്രസ് നേതൃത്വം ആശയക്കുഴപ്പത്തിലുമാണ്. റോബിൻ മാത്യു മറ്റത്തിന്റെ അവിടെ തയ്യാറാക്കിയ റിപ്പോർട്ട്. നോക്കൂ, ഈ റിപ്പോർട്ടിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ട കാര്യം, ഏകദേശം ഒരാഴ്ച മുമ്പാണ് അവിടെയുള്ള മന്ത്രിയായിട്ടുള്ള സിദ്ദീഖിനോട് എന്ന് തുടങ്ങുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് 10 ദിവസത്തിനുള്ളിൽ എന്നാണ്. ആ 10 ദിവസം കഴിഞ്ഞു. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ 15 ദിവസമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം 10 ആക്കി മാറ്റി. ആ 10 ദിവസം കഴിഞ്ഞു. ഇപ്പൊ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തോ അവർ കൊടുത്ത പ്ലാനിൽ എന്തോ പ്രശ്നമുണ്ടത്രേ. ആ പ്ലാൻ ഒന്നുകൂടി സബ്മിറ്റ് ചെയ്തിട്ട് ചില റെക്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട് പണി ഇതാ ഞങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അധികാരത്തിൽ കയറിയിട്ടും ഇവർ നിരന്തരം പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവരിൽ അറ്റ്ലീസ്റ്റ്
ആ ഒരു മനുഷ്യനടക്കമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്ത ആളുകളുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിച്ചത് വയനാട് ഇപ്രാവശ്യം LDF-നൊപ്പം നിൽക്കുമെന്നാണ്. കാരണം അത്രത്തോളം ചെയ്തു കൊടുത്തിട്ടുണ്ട് LDF. ഒരു സംശയമില്ല, ഈ ഗവൺമെന്റ് അത്രത്തോളം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിണറായി വിജയനൊപ്പം വയനാട് നിൽക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഈ മുണ്ടക്കൽ ദുരിതബാധിത ആ സ്ഥലം, ഒപ്പം തന്നെ ഇപ്പൊ ഈ ടൗൺ പ്ലാനിങ് വരുന്ന സ്ഥലം, ആ സ്ഥലത്തൊക്കെയാണ് നമ്മുടെ സിദ്ദിഖ് അടക്കമുള്ള ആളുകളൊക്കെ മത്സരിച്ചത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ വെറും 4500-ഓളം മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സിദ്ദിഖിന് 38,000-ന് അപ്പുറത്തേക്ക് ഭൂരിപക്ഷമാണ് ഇത്തവണ കൊടുത്തത്. അതായത് വയനാട്ടുകാര് ഒരു അംശം പോലും ഈ പറയുന്ന പിണറായി വിജയനൊപ്പമോ LDF-നൊപ്പമോ നിന്നിട്ടില്ല എന്നർത്ഥം. ഇതൊരു ചതിയാണ്, വൻ ചതിയാണ്. എന്താ പറയാ, വഷളത്തരമാണ് ചെയ്ത വയനാട്ടുകാര്. ഇത്രയ്ക്കൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ആ ഒരു ഗവൺമെന്റ് ഇത്രയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ഗംഭീരമായിട്ടുള്ള കാര്യം, ഗവൺമെന്റിന്റെ പദ്ധതി മുടങ്ങിപ്പോകാൻ പോകുന്നു, അല്ലെങ്കിൽ മുടങ്ങിയിരിക്കുന്നു, അതിന് വർക്ക് നടക്കുന്നില്ല എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. ഒപ്പം തന്നെ ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞ വീട് അതിൽ തറക്കല്ലിട്ട് ഇപ്പോൾ 100, 110, 108 ദിവസം കഴിഞ്ഞു എന്നിവർ വർക്ക് തുടങ്ങും. ഹിമാലയയിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് 100 വീടുകളാണ് കോൺഗ്രസ് നേതൃത്വം നിർമ്മിച്ചു നൽകിയത്. എങ്കിലും ഒടുവിൽ 100 വീടുകളാണ് ഞങ്ങൾ ദുരന്തബാധിതർക്ക് നൽകുന്നത് എന്നാണ് നേതൃത്വം പറഞ്ഞത്. അതിന്റെ നിർമ്മാണം ഉടൻ നടത്തുമെന്നും പല തവണകളിലായി കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. ഞാനീ നിൽക്കുന്ന കുന്നമ്പറ്റയിലെ 5.5 ഏക്കറിലാണ് കോൺഗ്രസ് നേതൃത്വം ഈ വീടുകളൊക്കെ നിർമ്മിക്കാൻ പോകുന്നത്. ഒരു മിനി ടൗൺഷിപ്പ് തന്നെ ഞങ്ങൾ നിർമ്മിച്ചു നൽകുമെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 26-ാം തീയതി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ ഭൂമിയിൽ വെച്ച് അതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയത്. ഇതൊക്കെ നമുക്കറിയാം, നിങ്ങൾ എങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, വ്യക്തമാണ്. അവർ വീട് കൊടുക്കാന്ന് പറഞ്ഞു, ഇന്ന് തറക്കല്ലൊക്കെ ഇട്ടിരുന്നു. ആ തറക്കല്ല് പോലും ഇപ്പോൾ കാണാനില്ല എന്നുള്ള വാർത്തയൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഇവര് നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, നാളെ നീളെ എന്നുള്ള ഒരു പണ്ടത്തെ വാക്കുകളൊക്കെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നിരുത്തരവാദിത്വപരമാണ്. എന്റെ കൺഫ്യൂഷൻ എത്ര മാത്രമേ ഉള്ളൂ, ടൗൺ പ്ലാനിങ് ഇനി നടക്കുമോ? ആ ഒരു ടൗൺഷിപ്പ് ഉണ്ട്, ആ വർക്കെങ്കിലും നിങ്ങൾ നടത്തി കൊടുക്കുമോ? 100 വീട് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, അവരിനി എന്ത് ചെയ്യും? ഈ 5 വർഷത്തിനിടയ്ക്ക് ഇവർ ഈ പണി തുടങ്ങുമോ? മാധ്യമങ്ങൾ ഇനി നിരന്തരം VD സതീശൻ മേനോടക്കമുള്ള ആളുകളോട് ഈ ചോദ്യം ചോദിക്കേണ്ടതാണ്. ബൈ.